എന്നാൽ നോക്കൂ, ആഴക്കടലിൽ മുങ്ങിത്താഴുന്ന കണക്കിന് കഴുത്തിൽ തിരികല്ല് കെട്ടി ആ പാർട്ടി താഴേക്ക് വീണു പോകുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും എം മുകേഷ് അടക്കമുള്ള സെക്ഷൽ പ്രഡേറ്റേഴ്സിനെ, സ്ത്രീ പീഡകരെ, വേട്ട നായ്ക്കളെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ. നിങ്ങളുടെ മന്ത്രിസഭയുണ്ടല്ലോ ശ്രീ നിതിൻ, ആ മന്ത്രിസഭയിലുണ്ട് 2 പ്രൊഡക്റ്റേഴ്സ്. ഒരാളുടെ ഓഡിയോ അടക്കം പുറത്തു വന്നതാണ് കേട്ടോ. അത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. രണ്ടാമത്തെ ആൾക്കെതിരെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ, പിന്നീട് 1 ഡസൻ പരാതികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇനി കൊല്ലത്ത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന എം മുകേഷ് ഉണ്ടല്ലോ, അയാൾ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് അയാളുടെ ആദ്യ ഭാര്യ 7ാം മാസത്തിൽ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എന്റെ അടിവയറ്റിലേക്ക് കുഞ്ഞടക്കമുള്ള ഗർഭാവസ്ഥയിൽ ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കേട്ടോ ആ കോടതി അവർക്ക് ഡിവോഴ്സ് അനുവദിക്കുന്നത്. അതിനുശേഷമാണ് കേട്ടോ നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് കേട്ടോ നിങ്ങൾ കൊല്ലത്ത് മത്സരിപ്പിക്കുന്നത്. അതിനുശേഷമാണ് കേട്ടോ വിവിധ തരത്തിലുള്ള പരാതികൾ അയാൾക്കെതിരെ വരുന്നത്. അതിനും ശേഷമാണ് കേട്ടോ നിങ്ങൾ അയാളെ കൊണ്ടുപോയി കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിക്കുന്നത്. അതിനും ശേഷമാണ് കേട്ടോ കൊല്ലത്ത് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനായി ആ മുകേഷ് അവിടെ ഉള്ളത്. അതിനും ശേഷമാണ് കേട്ടോ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയിട്ട് തൽക്കാലം അഗ്നിശുദ്ധി വരുത്തിയിട്ട് മടങ്ങി വരാൻ ആണെങ്കിൽ അഗ്നിശുദ്ധി വരുത്തിയിട്ട് മതി ഇനി സംസാരമെന്ന് ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോ നിലപാടെടുത്തിട്ടാണ് ഇതിനെ ഞങ്ങളൊക്കെ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ്, അല്ല ഒരു 3 മാസം മുമ്പാണെന്ന് തോന്നുന്നു, ഈ രാഹുലിനെതിരായ ആരോപണം ആദ്യം വരുമ്പോ അന്ന് CPMന്റെ പ്രതിനിധിയായി എന്നോടൊപ്പം ചർച്ചയിൽ ഉണ്ടായിരുന്നത് സഹാബ് അനിൽകുമാറാണ്, കോട്ടയത്ത് നിന്നുള്ള. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ രാഹുലിനെ പുറത്താക്കൂ, ഞങ്ങൾ ആ അടുത്ത നിമിഷം മുകേഷിനെ പുറത്താക്കുമെന്ന്. ചെക്ക് വെക്കുകയാണ്. പുറത്താക്ക്, മുകേഷിനെ പുറത്താക്ക്. ഇനി കടകംപള്ളി റെയിൻകോട്ട് കൂടി എടുത്തോണം കേട്ടോ, എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ ഇതിനെ കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിലുണ്ട്. അവരെയെല്ലാം ചേർത്ത് പിടിച്ച പാർട്ടിയാണ് നിങ്ങൾ. കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചർ പ്രിയങ്ക ഇതൊക്കെ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ശ്രീമതി ടീച്ചറാണ് കേട്ടോ ഈ മറ്റേ അളക്കുന്ന മെഷീനുമായി തീവ്രത അളക്കുന്ന ഇത്ര സുനാമി ഉണ്ടായി എന്ന കണക്കിന് അളക്കാനുള്ള റിക്ടർ സ്കെയിലുമായി അവർ വണ്ടി കയറിയതൊന്നും ഞങ്ങളൊന്നും മറന്നിട്ടില്ല ഇതിനെ. അല്ലല്ല, CPIMനെ കുറിച്ച് അങ്ങനെ ഉന്നയിക്കാൻ നിരവധിയായ വിമർശനങ്ങൾ അവിടെ ഉണ്ട്. ഈ കുഴപ്പക്കാരായ ആളുകൾ, കോടതി ശിക്ഷിച്ച ആളുകൾ, കേസുള്ള ആളുകൾ, ഇവർക്കെതിരെയൊക്കെ സംഘടനാപരമായ നടപടിയെങ്കിലും എടുത്തു എന്നുള്ള ചോദ്യം CPM കേൾക്കേണ്ട ചോദ്യം തന്നെയാണ്. അതിന് മറുപടിയിലേക്ക് അദ്ദേഹം എത്തുമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ചോദിക്കുന്ന വസന്ത്, ഇതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ എത്ര വർഷങ്ങളായിട്ട് ആളുകളെ വലവീശി പിടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു, ദ്രോഹിക്കുകയായിരുന്നു എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാണണം. എന്നിട്ടും പക്ഷെ അയാൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അയാൾക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും MLAയും ആകാൻ കഴിയുന്നു. പുറത്തായതിനു ശേഷവും, ഗുരുതരമായ പരാതി കേട്ട് പുറത്തായതിനു ശേഷവും അയാൾക്ക് പാലക്കാട് വഴി റീ എൻട്രി നടത്താനുള്ള സഹായം പാർട്ടിക്കാർ ചെയ്തു കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ഈ പണിയൊക്കെ എടുക്കാം. നാട്ടുകാർ ബഹളം വെച്ചാലേ അത് പിടിക്കപ്പെടൂ, പുറത്താക്കപ്പെടൂ എന്ന പ്രശ്നം നിങ്ങളുടെ പാർട്ടിയുടെ ഇന്റേണൽ മെക്കാനിസത്തിനുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, അതുകൊണ്ടാണ് നിഷാദ് ഞാൻ മുകേഷിന്റെ കേസിലെ ക്രോണോളജി പറഞ്ഞത്. അതായത് രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുൽ MLA ആയതിനു ശേഷമാണ് ഇത്തരം പരാതികൾ വരുന്നത്, അല്ലെങ്കിൽ അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട നേതൃത്വം. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുമ്പോൾ ഷഹനാസ് പറഞ്ഞില്ലേ, കുഴപ്പമാണേ ആക്കല്ലേ ഇയാളെ എന്നപ്പോ പുച്ഛിച്ചു എന്നാണ് ഇന്ന് ഷാഫി പറഞ്ഞത്. ഷാഫി പ്രതികരിച്ചത്. ഷാഫിയോട് ഇന്ന് ചോദിച്ചു, ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഷാഫി വഴുക്കി, മറുപടി പറഞ്ഞില്ല. ഷഹനാസിനോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പോലും പറഞ്ഞില്ല. അദ്ദേഹം പറയാണ്, എൻ്റെ മുൻപിൽ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കൃത്യമായ പരാതി വരുന്നത് ഇപ്പോഴാണ്. എന്ന് വെച്ചാൽ അതിന് മുൻപ് ഈ കൃത്യത ഉള്ള ചില ഒഫീഷ്യൽ ഫോർമാറ്റ് അല്ലാത്ത പരാതി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഇന്ന് ഷഹനാസിന്റെ പരാതി സമ്മതിക്കുകയാണ്. അദ്ദേഹം പുച്ഛിച്ച് ചിരിച്ചു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ഷഹനാസ് ഇന്നലെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു സാഡ് സ്മൈലി തിരിച്ചയച്ചു. ഇതൊന്നും വിശദീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഒരു കുഴപ്പക്കാരനാണെന്ന് പോലും അന്നും ഇന്നും ഇപ്പോഴും ഷാഫി പറയുന്നില്ല കേട്ടോ. പാർട്ടി നടപടി അദ്ദേഹം വിശദീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ ക്രിമിനലുകൾക്ക് രക്ഷാകർതൃത്വം ഉണ്ടായിരുന്നു എന്ന പ്രശ്നം നാട്ടുകാരും മീഡിയയും ബഹളം വെച്ചപ്പോൾ നടപടിയെടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നിർബന്ധിതമായി എന്ന ആക്ഷേപം ഇപ്പോഴും ഉന്നയിക്കാൻ കഴിയുന്ന ഞാൻ പറയുന്നത്.
നിഷാദ്, ഈ പരാതി വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് കേട്ടോ. അതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, NSUവിന്റെ ദേശീയ ഭാരവാഹിയായിരുന്നു. ഈ പദവികളിലെല്ലാം കൂടെ കടന്നു വന്ന ആളാണ് രാഹുൽ. ആ സമയത്തൊന്നും ഇത്തരത്തിലുള്ള പരാതി കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ ഷാഫി പറമ്പിൽ നിന്ന് വ്യക്തിപരമായി ഇപ്പൊ കോൺഗ്രസിനുള്ളിലെ പൊളിറ്റിക്സ് ഒക്കെ അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലരും അതും ഇതൊക്കെ ലീഡർഷിപ്പിന്റെ മുമ്പിൽ എത്തിക്കാറുണ്ട്. അല്ലാതെ വളരെ കൃത്യമായ, വളരെ പോയിന്റഡ് ഔട്ടായ ഒരു പരാതി കോൺഗ്രസ് ലീഡർഷിപ്പിന് കിട്ടുന്നത് അടുത്തിടയ്ക്കാണ്. അന്നാണ് അയാളെ ആദ്യമായി പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നത്. ഇന്നിതാ ഈ രാജ്യത്തെ നിയമ സംവിധാനം, അത് സെഷൻസ് കോടതി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജാമ്യമാണ് തള്ളിയത്. ആ ജാമ്യം തള്ളിക്കൊണ്ട് സെഷൻസ് കോടതി പറയുകയാണ്, പ്രഥമ ദൃഷ്ട്യാ ഈ കുറ്റം നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിന്റെ ആദ്യ മണിക്കൂറിൽ, ആദ്യ നിമിഷത്തിൽ അയാളെ പുറത്താക്കാനാണ് ഈ പാർട്ടി തീരുമാനിച്ചത്.